അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എവിടെ അൽഹംദുലില്ലാഹ് എന്ന ഈ സദസ്സിലേക്ക് ഖൽബ് കൊണ്ടുവന്നവരാണ് അല്ലേ നമ്മൾ. മനസ്സറിഞ്ഞ് 3 തവണ അൽഹംദുലില്ലാഹി പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബന, ഈ ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് സമാധാനം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എത്രയെത്ര സങ്കടങ്ങളാണല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓരോരോ വിറുതുകൾ, സ്വലാച്ചികൾ, ദുആകൾ ഇതൊക്കെ ചൊല്ലിപ്പോവാണ്. ഇത് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നേ. ചെറിയ കാര്യമില്ല, നമ്മളിത് മനസ്സിലാക്കണില്ല. പക്ഷെ എന്ത് ചൊല്ലിയാലും അള്ളാഹുവിന് വേണ്ടി അല്ലേ. നമ്മൾ പറയാറുണ്ട് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടി എന്നല്ല. ഫസ്റ്റ് പ്രിഫറൻസ് അള്ളാഹ്ക്ക് കൊടുക്കുക. അള്ളാഹ്ക്ക് വേണ്ടി, അതുകൊണ്ട് ബാക്കിയൊക്കെ റെഡി ആയിക്കോളും. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യണത്, എൻ്റെ റബ്ബിനോടുള്ള മഹബത്തിനാൽ. നമ്മളെപ്പോഴും പാടുന്നത് അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ആ ബോധ്യത്തിലേക്ക് വരണം. അവിടെയാണ് ഇരിക്കണ കാര്യം. മനസ്സിലാവുന്നുണ്ടാ? അപ്പം അതിന് ഇന്ന് നമ്മൾ ചൊല്ലുന്ന ദിക്ർ അത് അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമായ കാര്യമല്ലേ. ഹബീബായ ചെങ്ങളെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അസ്മാഉൽ ഹുസ്ന വല്ലാത്തൊരു ആയുധമല്ലേ, വല്ലാത്തൊരു ആയുധമാണത്. അള്ളാഹുവിൻ്റെ ഏറെ വിശിഷ്ടമായ നാമങ്ങൾ. അതിലൊരു ഇസ്മുൽ ആലമാണ്. അത് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഓരോ ഇസ്മും മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. ഓരോ ഇസ്മും മനസ്സറിഞ്ഞ് ആ ഇസ്മുകൾ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ കലിഞ്ഞില്ലാതാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല നെയ്യത്തിൽ, നല്ല ബോധ്യത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ്
يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് അതിനുശേഷം നമ്മൾ തവസ്സൽനാ ബി ബിസ്മില്ല ബൈത്ത് ചൊല്ലിയിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ ചൊല്ലണം, വേണ്ടേ? ബദരീങ്ങളുടെ ബറക്കത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ ബറക്കത്തുമുണ്ട്. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹ് വീട്ടി തരട്ടെ. എത്ര സങ്കടങ്ങളോടുകൂടിയാണ് പല ആളുകളും ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്. കൽബ് വിങ്ങിപ്പൊട്ടാണ് പലരുടെയും. ഒരുപാട് വേദനകൾ ഉറപ്പിച്ച മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്തുണ്ട്. അള്ളാഹ് അതൊക്കെ മാറ്റിത്തരും. അത് നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ സങ്കടം പറഞ്ഞു. ആ ഉസ്താദിൻ്റെ പ്രയാസവുമായി ബന്ധപ്പെട്ട് കടം കൊണ്ട് വലയുന്ന അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മളൊക്കെ നിയത്ത് ചെയ്തവരാണ്. 313 രൂപ ഇടാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ആ നമ്പർ മാത്രം നിങ്ങൾ ഇന്നലെ അടിച്ചതിൽ തന്നെ നോക്കാതെ, അല്ലെങ്കിൽ മുമ്പ് ചെയ്തതിൽ ചെയ്യാതെ, ഇപ്പോൾ ഈ കാണുന്ന നമ്പർ തന്നെ ഒന്നുകൂടെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കിയിട്ട് അതിൽ വരുന്ന ആ ID-യിലേക്ക് ഒന്നുകൂടെ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന് വിധിച്ച് അദ്ദേഹത്തിന് കിട്ടും, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ചില സമയത്തൊക്കെ ഒരു പ്രോബ്ലം അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഹദി ചെയ്തിട്ടുണ്ട്. ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ ഒരു പണ്ഡിതൻ കൂടെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെ സഹായിച്ചതിൻ്റെ ഫലമെന്നോണം നമ്മുടെ പ്രയാസങ്ങളും കാരുണ്യവാനായ റബ്ബ് നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബദരീങ്ങളുടെ ബദരീങ്ങളെ തവസ്സുലാക്കി അല്പം ബൈത്ത് നമുക്ക് ചൊല്ലണം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ بدر يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على
ياسين حبيب الله إلهي نجنا واكشف جميع أذية وصرف مكائد العدا والتوف بأهل البدر يا الله إلهي نافس الكرباء عن العاصين والعطبة وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رحبي فأنج من البلاء صغبي بأهل البدر يا الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردود مع الخيبة بل اجعلنا على طيبة أيا ذا العز والهيبة بأهل البدر يا الله وإن تردود فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قربة تنفي بأهل البدر يا الله وصل على النبي البري بلا حد ولا حصر وآل سادة الغر وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എത്ര വേദനകളാണല്ലേ. എല്ലാ വസിയ്യത്തും നമ്മുടെ കൽബിലുണ്ടായിരിക്കട്ടെ. മനസ്സറിഞ്ഞുണ്ടാമേം പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ബദർ നമ്മൾ ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്. ആ ഇസ്മുകളെ മുൻനിർത്തിയും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തിയും എല്ലാം നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ അൽഹംദുലില്ലാഹ് എന്ന സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ ബൈത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഹായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. മനസ്സിലുള്ള സങ്കടങ്ങൾ ഏറെയുണ്ട്, എല്ലാ സങ്കടങ്ങളും അകറ്റണേ അല്ലാഹ്. മുറാദുകൾ അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ, നീ തുടയ്ക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ, ഇണകളെ നന്നാക്കണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. തളർന്നു പോകുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട്, ക്യാൻസർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും പരിപൂർണ ശിഫാ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ, അദബ് നൽകണേ അല്ലാ, ഖുശൂ നൽകണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാനോട് ഉപ്പാനോട് അദബോടെ പ്രവർത്തിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണേ അല്ലാ, ഐക്യം തരണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ജോലി സംബന്ധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ബാത്തുലാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവർ, ഇഖാമയും വിസയും അതുപോലെ തന്നെ ലൈസൻസിനും ഒക്കെ വേണ്ടി കാത്തിരിക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. എത്രയോ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടും നന്ദികേട് തിരിച്ചു ചെയ്തവരാണല്ലോ അല്ലാ. നീ തന്നത് തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ തന്നത് തിരിച്ചെടുത്താൽ ഞങ്ങളിലൊന്നും തന്നെയില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ്. മഗ്ഫിറത്തേകണയല്ല, മർഹമത്ത് നൽകണയല്ല, കബറിൽ സന്തോഷം നൽകണയല്ല, പ്രകാശപൂരിതമാക്കണയല്ല. ആരംഭപ്പൂവായ തങ്ങളോടുള്ള മഹബത്ത് നൽകണയല്ല, ഞങ്ങളുടെ കൽവിൽ നൽകണേയല്ല. യാ റബ്ബനാ, യാ റബ്ബനാ. മരിക്കുന്നതിന് മുൻപ് ആ പുണ്യഭൂമിയിൽ ചെന്നണയാൻ, മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല. സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണയല്ല. കനവിലെന്റെ ഹബീബിനെ കാണാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പെട്ടെന്ന് വിളിക്കല്ലയല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പടച്ചവനെ പുതച്ചു മൂടിയ നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മയ്യത്ത് മുമ്പിൽ വന്നു നിൽക്കേണ്ടെന്നൊരവസ്ഥയിൽ നിന്ന് കാവലേകണയല്ല. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ, നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. രാവിലെ 6 മണിക്ക് സ്വബാഹുൽ ഖൈർ ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ സദസ്സിലേക്കൊക്കെ ഹദിയ ചെയ്യുന്ന ധാരാളം ആളുകൾ, പ്രയാസം അനുഭവിക്കുന്നവരിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെയൊക്കെ ദുആ, ഒറ്റ ദുആ മതിയില്ലേ, ആ ദുആഇൻ്റെയൊക്കെ ഫലം കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.